ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സുഖല്ലേ? ഓക്കേ. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. ലോകത്തിൽ ഒരാൾ പോലും എല്ലാം തികഞ്ഞവരായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് അവരവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലും ഉണ്ടാവും. ഡിഫക്റ്റ് ഇല്ലാത്ത മനുഷ്യരില്ല, അല്ലെങ്കിൽ ഡിഫക്റ്റ് ഇല്ലാത്ത ജീവികൾ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഡിഫക്റ്റുകളിൽ ഒരെണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഡിഫക്റ്റ് ഒന്ന് പർപ്പസ്ഫുള്ളി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാമെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാമെങ്കിൽ തന്നെ ഒരു ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. എന്തായിരിക്കും? പലതുണ്ട്. അതിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ കേട്ടാലോ, ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ കണ്ടാലോ, ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും ചെയ്താലോ നമുക്ക് പെട്ടെന്ന് കോപം വരും. കോപം, അല്ലേ? ദേഷ്യം വരുന്നുണ്ട്. ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ദേഷ്യം വരാത്ത മനുഷ്യരില്ല, അല്ലേ? കോപമില്ലാത്ത ആൾക്കാരില്ല. മനുഷ്യനാണോ അല്ലെങ്കിൽ ജീവിയാണോ അവർക്ക് ദേഷ്യമുണ്ടാകും. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അഗ്നിഗോളമായിട്ട് മാറും. ഈ അഗ്നിഗോളത്തെ ഒരിക്കലും നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കരുത്. അത് ദൂരെ വലിച്ചെറിഞ്ഞേക്കുക. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ആകാതെ ജീവിതം മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലായാലും അമിതമായി ദേഷ്യപ്പെടുന്നവരുടെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പുള്ളി പറയുക, അല്ലേ? നമ്മുടെ വികാരങ്ങളെ, അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ വികാരങ്ങളെ ഒന്നും മാനിക്കാതെ തോന്നുന്നതെല്ലാം പറഞ്ഞു തീർക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാനിക്കാതെ കയ്യിൽ കിട്ടുന്നതെല്ലാം തച്ചുടച്ച് ദേഷ്യം തീർക്കുന്നവരുണ്ട്. ചിലർ ദേഹോപദ്രവം ചെയ്ത് ദേഷ്യം തീർക്കുന്നവരുണ്ട്. ചിലർ ഈ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള വാഗ്ധോരണി, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള, നമ്മുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് ദേഷ്യം തീർക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ദേഷ്യപ്പെടുന്ന ആള് 100% അറിയുന്നില്ല. എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ഞാൻ ചെയ്തു കൂട്ടിയത് എന്നൊന്നും ആ സമയത്ത് അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ തോന്നുന്നതെല്ലാം പറയുന്നു, ചെയ്യുന്നു. ഇതൊക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുകയാണെന്നുള്ള കാര്യം മറന്നുപോകും. തന്നെയല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അടുത്ത് നിൽക്കുന്നതെന്നുള്ള ചിന്തയില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വേണ്ടപ്പെട്ടവർ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദേഷ്യ സ്വഭാവമുള്ളവർ എല്ലാവർക്കും ഉണ്ട്. അമിതമായിട്ട് ദേഷ്യം വരുന്നവർ എപ്പോഴും ദേഷ്യം വരുന്ന സമയത്ത് തന്നെ നമ്മളത് കൺട്രോൾ ചെയ്യണം. ഇല്ല, നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതാണ്. ആരോടും ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണ നമുക്ക് വരണം. ഇല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് ആൾക്കാർ അകന്നകന്നു പോകും. ശബ്ദം കൂട്ടി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, എല്ലാവരെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയോ ഇഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ ശരീരത്തിനാണ് അത് ദോഷം വരുന്നത്. ശരീരത്തിന് ദോഷം വരുന്നതോടൊപ്പം നമ്മുടെ ആത്മബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇതെന്തുവാണ് ഇവർ ഈ പറയുന്നത്? എന്തിനാണ് അവരോട് സംസാരിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മൾ പറയാറില്ലേ, അങ്ങേരോട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, വെറുതെ എനിക്ക് എന്തിൻ്റെ കേടാ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അതാണ്, അവരിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയത്തില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കും. കാരണം ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെയാണ് പ്രതികരിക്കണം നമുക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരിൽ നിന്ന് പലരും മറച്ചു വയ്ക്കും. ദേഷ്യം കാണിക്കുന്നവരോട് ഫുള്ളും പറയത്തില്ല, ഇയാളുടെ പ്രതികരണം എന്തായിരിക്കും എന്നോർത്തിട്ട്. അതുകൊണ്ട് ബി ഫ്രാങ്ക് ആകണമെങ്കിൽ, എല്ലാവരും കുടുംബത്തിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ പറയണമെങ്കിൽ സമന്വയ പറയുന്നതിന് സമചിത്തത. സമചിത്തതയോടുകൂടി കേൾക്കുന്നവരോട് മാത്രമേ നമുക്ക് ഇതെല്ലാം പറയാൻ പറ്റത്തുള്ളൂ.
കേട്ടോ. അപ്പോൾ ഈ ഒരു ദോഷവശം നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റുക. ദേഷ്യം വരുമ്പോൾ ചിന്തിക്കുക, വേണ്ട, കൺട്രോൾ ചെയ്യുക. ഒന്നെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കോപത്തെ അടക്കാനായിട്ട് വേറെ വിദ്യകളൊന്നുമില്ല. ഒന്നെങ്കിൽ അവയെ ചിന്തിച്ച് നമ്മൾ സ്വയം മാറുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറിയേക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ വരാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കോപം വന്നിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു തീരുമാനവും എടുക്കരുത്. അതൊരു പ്രധാന കാര്യമാണ്. കോപം വന്നിരിക്കുമ്പോൾ ഒരു തീരുമാനവും എടുക്കരുത്. അത് ശാന്തമായതിന് ശേഷം തീരുമാനിക്കാൻ വേണ്ടി ആരും ആലോചിക്കാനും അയാളുടെ ചെല്ലരുത്. കോപം വന്നിരിക്കുന്ന ആളുടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആ സമയത്ത് ആരും ചെല്ലാതിരിക്കുന്നതാണ് ബുദ്ധി. ആ സമയത്തുള്ള തീരുമാനം എപ്പോഴും തെറ്റായിരിക്കും. അതുകൊണ്ട് അത് സമചിത്തതയോടുകൂടി കുറച്ച് സമയം കഴിഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ആണെങ്കിൽ ആ തീരുമാനം ചിലപ്പോൾ ഓക്കെ ആകും. ഓക്കെ. അപ്പോൾ ഈ ക്രോധം കൊണ്ട് പല പല ഫാമിലീസ് വരെ ഭാര്യ പിണങ്ങി പോകുന്നവരുണ്ട്, ഭർത്താവ് പിണങ്ങി പോകുന്നവരുണ്ട്, അച്ഛനും അമ്മയും വേറെ താമസിക്കുന്നവരുണ്ട്. ഈ കോപം കൊണ്ടാണ്. കോപമുള്ള വീട്ടിൽ സമാധാനം ഉണ്ടാകത്തില്ല. തച്ചുടയ്ക്കുന്ന, മനസ്സിനെ തച്ചുടയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളെ തച്ചുടത്തുന്ന ആ സ്വഭാവം ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് കളയുക. എന്തിനാണ് നമുക്ക് ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നവരും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം വലിച്ചെറിഞ്ഞേക്കുക. തീഗോളത്തെ വലിച്ചെറിയുക. ഡോണ്ട് കീപ്പ് ഇൻ യുവർ പോക്കറ്റ്. ഓക്കെ, ബൈ.